ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 79ാമത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വ്യാജമശിഹായുടെ ആവിർഭാവത്തിന് അരങ്ങൊരുങ്ങുന്നു. ഏകലോക നേതാവായി വരുന്ന എതിർ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ലോകം ഇന്ന് ഒരുമിച്ച് നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നമ്മുടെ ലോകത്തുള്ള സകല നാമധേയ ക്രൈസ്തവർ ഒറ്റക്കെട്ടായി വരുന്നതിൻ്റെ ഇപ്പോൾ നടന്ന തെളിവുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ഇനി വിവരിപ്പാൻ താല്പര്യപ്പെടുന്നില്ല. ആഗോളപരമായിട്ട് ബിസിനസ് മുഴുവൻ കോടീശ്വരന്മാരുടെ കൈവശം എത്തിച്ചേരും. ഇന്ന് നടക്കുന്ന വലിയ വലിയ മാളുകൾ, വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകൾ, വലിയ ബിസിനസ്സുകൾ എല്ലാം ഇവൻ കൈവശപ്പെടുത്തിയിട്ട് വലിയൊരു ഓഹരി ഇവന്റെ കേന്ദ്രത്തിൽ വരത്തക്കവണ്ണമുള്ള ക്രമീകരണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്തത് യൂറോപ്യൻ യൂണിയൻ ലോകത്തിലെ ഒറ്റ കറൻസി അവൻ കൊണ്ടുവരും. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ യൂറോ എന്ന കറൻസി വന്നു കഴിഞ്ഞില്ലേ? യൂറോ എന്ന കറൻസി വന്നതോടുകൂടി ഡോളറിന്റെ വില അല്പം മങ്ങലേൽക്കുവാനിടയായി തീർന്നു. യൂറോ ഇതാ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ കറൻസി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഒറ്റ കറൻസി ആയിട്ട് മാറ്റപ്പെടും. അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഏകജാതീയത, ഒറ്റ മതം അവൻ ഭയപ്പെടുത്തിയിട്ട് ഒറ്റ മതം അവനുണ്ടാക്കും. മനുഷ്യൻ ഭയപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനം പേടിച്ചു പോകും. ഒറ്റ മതം അവനുണ്ടാക്കും. പക്ഷേ എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ വിശുദ്ധന്മാർ ഇവിടെ നിന്ന് കാഹളനാദം കേട്ട് പോയ ശേഷം മാത്രമേ അതിന് അവസരം ഉണ്ടാകുകയുള്ളൂ. മുള്ളിനിടയിലുള്ള താമര ഇവിടുന്ന് പോയി കഴിയും, ഒടുവിൽ മുള്ളു മാത്രം ശേഷിക്കും. ചെന്നായിയുടെ നടുവിലുള്ള കുഞ്ഞാടുകൾ ഇവിടം വിട്ടുപോകും, ചെന്നായിക്കൾ മാത്രം ശേഷിക്കും. ഇവിടെയുള്ള ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന സകല വിശുദ്ധന്മാരും മരിച്ചുപോയ രൂപാന്തരപ്പെടും. ജീവനോട് ഇരിക്കുന്ന രൂപാന്തരപ്പെട്ട് നമ്മുടെ അരുമനാഥന്റെ നാട്ടിൽ ചെന്ന ശേഷമേ അവനൊരു മതം സ്ഥാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഏക മതം അവൻ സ്ഥാപിച്ചിരിക്കും. ഏക ഭരണാധികാരി. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉണ്ടെന്ന് പറഞ്ഞാലും ധാരാളം മന്ത്രിമാര് വേറെയുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഉണ്ടെന്ന് പറഞ്ഞാലും ഓരോരോ വകുപ്പ് മന്ത്രിമാരുണ്ട്. പക്ഷേ ഇവന്റെ കാലത്ത് ഒരു വകുപ്പ് മന്ത്രിയും കാണിയേല, ഒരു ക്യാബിനറ്റും കാണിയേല. ഇവൻ തന്നെയായിരിക്കും ഭരണം മുഴുവൻ നടത്തുന്നത്. അവൻ ഏകാധിപതിയായിട്ട്, ഏക ഭരണാധികാരിയായിട്ട് അവൻ ഭരിക്കും. അവന്റെ ചില പേരുകൾ ബൈബിളിൽ നിന്ന് ഞാൻ എടുത്തു പറയുന്നു. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 8-ാമത്തെ വാക്യവും 8-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യവും അവന് കൊടുത്തിരിക്കുന്ന പേരാണ് ചെറിയ കൊമ്പ്. ചെറിയ കൊമ്പ്.
ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഉപായഭാവവും ഉഗ്രഭാവവും ഉള്ളതായ ഒരു ബുദ്ധിയുള്ള രാജാവായിട്ട് അവൻ രംഗപ്രവേശനം ചെയ്യും. ദാനിയേൽ 8:23. വരുവാനുള്ള പ്രഭു, അവന് വേറൊരു പേരാണ് വരുവാനുള്ള പ്രഭു. ദാനിയേൽ 9:26. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നത് അധർമ്മമൂർത്തി നാശയോഗ്യൻ. ആ നാശയോഗ്യന്റെ വ്യാപാര ശക്തി ഇപ്പോഴേ പതുക്കെ ആരംഭിച്ചിട്ടുണ്ട്. തടുക്കുന്നവൻ മാറിപ്പോകണം. ആരാ തടുക്കുന്നത്? ദൈവസഭയെ പരിപാലിക്കുന്ന പരിശുദ്ധാത്മാവും സഭയും കൂടെ പോകും. അധർമ്മമൂർത്തി അന്ന് വെളിപ്പെട്ടു വരും. 1 യോഹന്നാൻ 2:22 വാക്യത്തിൽ എതിർ ക്രിസ്തു, ഇങ്ങനെ ക്രിസ്തുവിന് എതിരെയുള്ളവൻ, എതിർ ക്രിസ്തു. വെളിപ്പാട് പുസ്തകം 11:7 വാക്യവും 13-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യവും അവന് കൊടുത്തിരിക്കുന്ന പേര് യോഹന്നാൻ എന്ന ദൈവദാസൻ കൊടുത്തിരിക്കുന്നത് മൃഗം. ആ മൃഗസ്വഭാവമായിരിക്കും. വെളിപ്പാട് പുസ്തകത്തിലെ മൃഗമെന്ന് 36 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മൃഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസാക്ഷി എന്ന് പറഞ്ഞ ഒരു കാര്യം മൃഗത്തിനില്ല. ഒരു സിംഹം ഓടിച്ചിട്ട് മാനെ കടിച്ചീറുമ്പോൾ, മാൻ കിടന്നാളറുമ്പോൾ അതിന്റെ നിലവിളി കേട്ടിട്ടൊരു മനസാക്ഷി ഒരിക്കലും മൃഗത്തിനില്ല. ഏറ്റവും മനോഹരമായ പേരാണ് കൊടുത്തിരിക്കുന്നത് മൃഗമെന്ന്. ആ മൃഗം വരാറായി. അവനൊരു നമ്പരും കൊടുത്തിട്ടുണ്ട്, 666. നമ്മുടെ കർത്താവ് തന്റെ വിശുദ്ധന്മാരുമായി ഇവിടുന്ന് നിത്യതയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവൻ വെളിപ്പെട്ടു വരും. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ മുദ്ര ഏറ്റ കുറച്ച് യഹൂദന്മാരുണ്ട്. ദൈവം കൊടുത്ത മുദ്രയേറ്റവർ. അവരൊഴിയെ ബാക്കി എല്ലാവർക്കും 666 എന്ന നമ്പർ കൊടുത്തിരിക്കും. 12 ഗോത്രത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ആ 12 ഗോത്രത്തിൽപ്പെട്ടവർക്ക് ദൈവം തമ്പുരാൻ മുദ്ര കൊടുത്തതുകൊണ്ട് ഈ അന്തിക്രിസ്തുവിന്റെ മുദ്ര അവരുടെ മേൽ ഏൽക്കുകയില്ല. കാരണം ദൈവത്തിന്റെ ജനമായതുകൊണ്ട്. എൻ്റെ വാക്കുകളെ ഞാനിവിടെ ചുരുക്കുന്നു. ഒരു വാക്കു പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇവിടെ എതിർ ക്രിസ്തു ലോകത്തെ ഭരിച്ച് നശിപ്പിക്കാൻ വേണ്ടി വരുന്നു. സമയം സമാഗതമായിരിക്കുന്നു. അവന്റെ വ്യാപാര ശക്തി ലോകത്തിന്റെ പലയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സംഭവങ്ങൾ ഓരോന്ന് വിളിച്ചു പറയുന്നു. ഞങ്ങളുടെ വേദനകൾ, ഞങ്ങളുടെ ഭാരങ്ങൾ എല്ലാം മാറുന്ന ദിവസമാണ് ആ കാഹളനാദത്തിൽ. ഇന്ന് പകൽക്കാലം എൻ്റെ ചെറിയ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ദുഃഖങ്ങളോ ഭാരങ്ങളോ ഉണ്ടെങ്കിൽ നീ അവരെ ആശ്വസിപ്പിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ. ഞാനെന്നും പറയുന്ന ഒരു കാര്യമാണ്, ഭാരതം ഒരു വലിയ ഉണർവിന് വേണ്ടി ദൈവം കാത്തിരിക്കുന്നു. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. നാമും അതിൻ്റെ അംഗങ്ങളായി പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.